ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചില നേരത്തെ ജീവിതം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ കുത്തി കുത്തി രസിക്കും. നമ്മളെ കൊണ്ടൊരു തുരുത്തിൽ നിർത്തിയിട്ട് ഒറ്റപ്പെടുത്തി കളയും. അവിടെയൊക്കെ മറികടക്കണം. ഉർവശിയുടെയും കൽപ്പനയുടെയും കാര്യം വിട്ട് കളഞ്ഞേക്ക്. ഒരാൾക്കൊരു മുറിവുണ്ടായ അവിടെ മുളക് തേക്കുന്ന സ്വഭാവമാ അവർക്കുള്ളത്. അവരൊക്കെ അവിടെ നിന്നോട്ടെ. നിന്റെ മനസ്സിലെ ദിവ്യമായ ഇഷ്ടമില്ലേ, അതുകൊണ്ട് നമുക്ക് നേരിടാമെടാ. നിനക്ക് നിന്റെ മുത്തശ്ശിയെ വിശ്വാസമില്ലേ? ഉണ്ട് മുത്തശ്ശി, അത് മാത്രമാണ് എന്റെ ഒരു പ്രതീക്ഷ. എന്നാ ഞാൻ ഉറപ്പു പറയുന്നു, രാധിക നിനക്കുള്ളതാ. എത്ര കാലം കഴിഞ്ഞാലും. പ്രിയങ്ക നിന്റെ ജീവിതത്തിലെ വെറും ഒരു വിരുന്നുകാരിയാ. വിരുന്നുണ്ട് കഴിയുമ്പോ അവൾ അങ്ങ് പോവും. അതിന് ഒരുപാട് കാലമൊന്നും വേണ്ടി വരില്ല മോനെ. നീ സ്നേഹിച്ചത് ഒരു നാട്ടിൻപുറത്തുകാരി പെൺകുട്ടിയാ, ഒരു നന്മയുള്ള പെണ്ണ്. അവൾക്ക് ചില വാക്കുകളൊക്കെ സംസാരിക്കാൻ പറ്റില്ല. ചിലരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാനും പറ്റില്ല. അത് നീ മനസ്സിലാക്കിയേ പറ്റൂ മോനെ. ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നിന്നെ നിഷേധിക്കുമ്പോ അവൾ ഉള്ളിൽ കരയുന്നുണ്ടാവൂടാ. ആ സങ്കടം മുഴുവൻ അവള് പറയുന്നത് അവളുടെ ഭഗവാനോടാ. അത് മനസ്സിലാക്കി നീ കാത്തിരുന്നാല് അവക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അതാവും. കുറച്ചുകാലം വേദനയൊക്കെ ഉണ്ടാവും. അത് പിന്നെ കുറെ കാലം കഴിഞ്ഞ് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുമ്പോ അത് നിങ്ങൾക്ക് പറഞ്ഞു ചിരിക്കാനുള്ള കാര്യമാവും. കേട്ടോടാ. എനിക്കെന്റെ രാധികയെ വേണം മുത്തശ്ശി. എന്റെ ജീവിതത്തിൽ അതിനേക്കാൾ വലിയൊരു കൂട്ടില്ല, അതിനേക്കാൾ വലിയൊരു അർത്ഥവുമില്ല. ചേച്ചി, ചേച്ചി, എന്നെങ്ങനെ വേഷം കെട്ടിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. വരുണിന്റെ മനസ്സിൽ ഒരു തരി പോലും എനിക്കിടമില്ല. ഞാനിപ്പോ വരുണിനെ സ്നേഹിക്കുന്നത് സിൻസിയറായിട്ടാ. ഞാൻ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പോലും വേണ്ടെന്ന് വെച്ചല്ലേ. അത് വരുണിനെ സ്നേഹിച്ച് കൂടെ ജീവിക്കാൻ വേണ്ടിയല്ലേ. എന്നിട്ടും വരുണിനെ എന്നെ സ്വീകരിക്കാൻ തോന്നുന്നില്ലല്ലോ. ഇനി വരുണിനെ അവഗണിച്ച ഞാൻ മരിച്ചു കളയും. അങ്ങനെയൊന്നും പറയല്ലേ. പതുക്കെ പതുക്കെ വരുണിനെ സ്നേഹിച്ചു തുടങ്ങും. വരുണിന്റെ മനസ്സിലുള്ള ചില കാര്യങ്ങള് വരുണ് തടസ്സം നിൽക്കാം. അതങ്ങ് പോയി കഴിയുമ്പോ എല്ലാം ശരിയാവും. വരുണിനെ സ്നേഹിച്ചു തുടങ്ങും. എനിക്ക് തോന്നുന്നില്ല ചേച്ചി, എനിക്ക് വിശ്വാസമില്ല. ഉണ്ടാവണം. നമ്മുടെ അമ്മ നമ്മുടെ അച്ഛനെ സ്നേഹിക്കുന്ന കണ്ടിട്ടില്ലേ? ഇവിടെ വരുണിന്റെ അമ്മ വരുണിന്റെ അച്ഛനെ സ്നേഹിക്കുന്ന കണ്ടിട്ടില്ലേ? അതൊരു ഉപാധിയില്ലാത്ത സ്നേഹം.
ഒരു തരത്തിൽ പറഞ്ഞ ദൈവത്തിനെ കാണുന്ന പോലെ ഭർത്താവിനെ സ്നേഹിക്കുന്ന രീതി നിന്റെ കാര്യത്തിലും അതെന്നെ കാണിക്കണം. നോക്ക്, ദൈവങ്ങളോട് നമ്മളെങ്ങനെ പെരുമാറുന്ന, നമ്മൾ അവരുടെ മുന്നിൽ കൈകൂപ്പും, കരയും, നടയിൽ തലയിടിക്കും, പരാതി പറയും. ഇത്രയും കാലമായിട്ട് എന്നെ എന്തിനാ പരീക്ഷിക്കുന്നതെന്ന് ചോദിക്കും അല്ലെ? എന്നിട്ടോ എല്ലാ അനുഗ്രഹങ്ങളും ചേർത്ത് നമ്മുടെ ശിരസിൽ കൈവയ്ക്കും. അങ്ങനെയല്ലേ? അതുപോലെ വരണ്ട മനസ്സിലും തോന്നും. അപ്പോ ചേച്ചി പറഞ്ഞ രീതിയിൽ വരനോട് പെരുമാറാൻ ശ്രമിക്കണം. പക്ഷെ നിന്റെ ഭാഗത്തുനിന്നും ദേഷ്യത്തിലുള്ള ഒരു വാക്ക് പോലും ഉണ്ടാവാൻ പാടില്ല. ചേച്ചിക്ക് ഇങ്ങനൊക്കെ പറഞ്ഞു തരാനേ പറ്റൂ. ചേച്ചി, മോളെ, അച്ഛനും അമ്മയും ദാനം തന്നൊരു ജീവൻ അത് ചേച്ചിയുടെ കയ്യിലുണ്ട്. അത് അച്ഛനമ്മമാർക്ക് വേണ്ടിയോ നിനക്ക് വേണ്ടിയോ കളയാൻ ചേച്ചി തയ്യാറാ. മോളെ, ജീവിതത്തിനെ കുറിച്ച് നമുക്കൊക്കെ കുറെ കണക്കൂട്ടലുകളുണ്ട്. അതൊക്കെ നിറം കൂടിയ കണക്കൂട്ടലുകളായിരിക്കും. പക്ഷെ ശരിക്കുള്ള ജീവിതം അങ്ങനൊന്നും ഇല്ല. നിറം കുറവാ, വേദന കൂടുതലാ. ചില നേരത്തെ ജീവിതം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ കുത്തി കുത്തി രസിക്കും. നമ്മളെ കൊണ്ടൊരു തുരുത്തിൽ നിർത്തിയിട്ട് ഒറ്റപ്പെടുത്തി കളയും. അവിടെയൊക്കെ മറികടക്കണം. അവിടെ ചിലര് നേടും, ചിലർക്ക് നഷ്ടങ്ങളുണ്ടാവും. നേടുന്നവര് ഭാഗ്യവാന്മാര്, നഷ്ടപ്പെടുന്നവര് വിധിയെ പഴിച്ച് അങ്ങനെ അങ്ങ് പോവും. പ്രിയങ്ക, പ്രിയങ്ക, ദേ, അമ്മ വിളിക്കുന്നുണ്ട്, ഞാനൊന്ന് പോയിട്ട് വരാം. ദേ, നീ കരയരുത് കേട്ടോ. ഞാൻ പ്രിയങ്കയെ സമാധാനിപ്പിക്കായിരുന്നു. ഞാൻ കേട്ടു. നീ വളരെ ഭംഗിയായിട്ട് സംസാരിച്ചു. ഒരാളുടെ നേട്ടം മറ്റൊരാളുടെ നഷ്ടമാണെന്ന് നീ പറഞ്ഞതും ഞാൻ കേട്ടു.